കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും തിരുവനന്തപുരം എം പിയായ ശശി തരൂരിന്റെ ചില നിലപാടുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതായത് കെ സുധാകരൻ എന്തായാലും കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ഉറച്ച നിലപാടെടുത്ത് നിൽക്കുന്നു. കെ സുധാകരൻ മത്സരിച്ചോട്ടെ എന്നാണ് ശശി തരൂർ പറയുന്നത്. അപ്പോൾ ശശി തരൂർ ഖാർഗെയുമായിട്ട്, രാഹുൽ ഗാന്ധിയുമായിട്ട്, സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധമൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ശശി തരൂരിന്റെ പരസ്യമായ പിന്തുണ കെ സുധാകരന് കിട്ടിയാൽ ഒരുപാട് നേതാക്കൾ സുധാകരന്റെ പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വലിയ സംഭവവികാസങ്ങളായിരിക്കില്ലേ? ഇല്ല, ശശി തരൂരിനും കെ സുധാകരനും ഉള്ളത് സ്വന്തം നിലപാടുകളാണ് കോൺഗ്രസിനകത്ത്. അതിനകത്ത് ഇപ്പം ആരോഗ്യ പ്രശ്നം വന്നെങ്കിലും സുധാകരൻ നിലപാടുകളുള്ളവനായിരുന്നു. ആ നിലപാടുകളുടെ പുറകെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വേറെ ആരെയും സ്വാധീനിക്കേണ്ട, അയാൾക്ക് വെട്ടിപ്പിടിച്ചതോ അല്ലെങ്കിൽ ചെവി കടിച്ച് പറിച്ചതോ അല്ലെങ്കിൽ വല്ലവൻ്റെയും കതറ് തേച്ച് കൊടുത്തതോ അല്ലല്ലോ. അയാൾ കണ്ണൂരിൽ അയാൾ സ്വന്തമായിട്ട് കളമുണ്ടാക്കിയ കളത്തിൽ നിന്ന് കളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ കളത്തിൽ നിന്ന് ഇപ്പോഴും കളിക്കുന്ന, ആ കളത്തിൽ നിന്ന് കളിച്ചത് ശരിയാണെന്ന്, അത് കോൺഗ്രസിന് വേണമായിരുന്നു, അത്തരത്തിലൊരു നേതാവിനെയാണ് കോൺഗ്രസ് ആവശ്യമെന്ന് കണ്ട് കേരളം മൊത്തവും സുധാകരൻ അനുകൂലമായിട്ടുള്ള ഒരു തരംഗവും ഇപ്പം നിൽക്കുന്ന തരംഗവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ശശി തരൂർ അനുകൂലിച്ച് പറഞ്ഞു, എം പിമാർ മത്സരിക്കുന്നതിനകത്ത് എന്താ കുഴപ്പം? ചിലർക്ക് മത്സരിക്കണമെന്നുണ്ട്, അവർക്ക് മത്സരിക്കണമെങ്കിൽ മത്സരിപ്പിക്കണം. ഇതിനകത്ത് വിജയസാധ്യത നോക്കണം. അപ്പോൾ വിജയസാധ്യത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന കണ്ണൂരെ സീറ്റ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് LDFന്റെ കയ്യിലാണ്. ഇയാൾ മത്സരിച്ചാൽ അത് കിട്ടും. പിന്നെ പ്രകാശാണ്, പ്രകാശ് പോയതിനു ശേഷം കോന്നിയിലെ സീറ്റ് കിട്ടില്ല. പ്രകാശ് അവിടെ മത്സരിച്ചാൽ കോന്നി സീറ്റും കിട്ടും. അപ്പം 2 സീറ്റുകളാണ് വരുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ജീവൻ മരണ പോരാട്ടത്തിൽ MLA-മാരുടെ എണ്ണം കൂട്ടേണ്ടപ്പോൾ 30-40 MLA-മാർ കൂടുതലായി വന്നാൽ മാത്രം അധികാരത്തിൽ വരുന്ന സമയത്ത് ആ ഒരു നിലപാടിനകത്ത് അല്ലെങ്കിൽ അത്തരം നിലപാട് എടുക്കുന്നതിനകത്ത് തെറ്റില്ല. പ്രകാശ് പറയുന്നത് ഞാൻ നിൽക്കുന്ന ലോക്സഭാ സീറ്റ് ഞാൻ ജയിപ്പിച്ചു തരാം, ഉറപ്പാ പറയുന്നത്. അതിന് ആരെ നിർത്തി, ഞാൻ വേറെ സ്ഥാനാർത്ഥി നിർത്തി ജയിപ്പിച്ചു തരാം. അപ്പം അതിനെപ്പറ്റി ആലോചിക്കണം എന്നാണ് ഈ പറയുന്നത്. ഇപ്പം ഇദ്ദേഹത്തിന് വേറെ കാര്യമുണ്ട്. ഇതേ നിലപാട് ഇയാളുടെ ഒരു പ്രതിസന്ധി സമയത്ത് എല്ലാവരും പറയാൻ അറച്ചപ്പോൾ, മാറി നിന്നപ്പോൾ, ശരിയായ കാര്യമാണെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ സുധാകരൻ എന്ന് അഭിപ്രായം പറഞ്ഞതാ. സുധാകരൻ ACC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരുപക്ഷെ മത്സരിക്കാൻ ഈ പറയുന്ന ശശി തരൂർ തീരുമാനിക്കുമ്പോൾ ACCക്കകത്ത് ശശി തരൂരിന് അപ്പുറം ഒരാൾ ഇല്ല. ഖാർഗെ തള്ളിപ്പറഞ്ഞതാ. അവസാനം ACCയുടെ സ്ഥാനാർത്ഥി, ഔദ്യോഗിക സ്ഥാനാർത്ഥി ഖാർഗെയാണ് എന്നുള്ള രീതിയിൽ അന്ന് KPC പ്രസിഡന്റ് ആയിട്ടിരുന്ന ഇദ്ദേഹത്തെ വിളിച്ച് പേഴ്സണലി പറഞ്ഞു, അങ്ങനെ നിലപാടെടുത്ത് കുഴപ്പമില്ല, നിലപാട് മാറ്റണം. അങ്ങനെ പറഞ്ഞപ്പോൾ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ നിലപാടാ ശരി, പാർട്ടി പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ACCയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിയെന്ന് പറഞ്ഞതാ. അതുപോലെ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനകത്ത് നമ്മൾ നോക്കിയില്ലേ, മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനകത്ത് മാങ്കൂട്ടം ശരിയോ തെറ്റോ അതിനകത്ത് നമുക്ക് അഭിപ്രായം ഒന്നുമില്ല. പക്ഷെ കോൺഗ്രസിനകത്ത് അദ്ദേഹം പറഞ്ഞത് മറ്റു പല നേതാക്കന്മാരും കൂടെ നിന്നവരും അല്ലെങ്കിൽ കൂട്ടിക്കൊടുത്തവരും ഒക്കെ അവസാന നിമിഷം ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ട് വന്നപ്പോൾ ഇയാൾ പറഞ്ഞു അയാളുടെ കാര്യത്തിനകത്ത് ശരിയോ തെറ്റോ ഏതാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ വിലയിരുത്തൽ വരുത്തി വ്യക്തത വരുത്തിയിട്ട് അയാളെ പുറത്തു നിർത്തും. അപ്പൊ കൃത്യമായ നിലപാടുള്ളവൻ, കൂടെ നിൽക്കുന്നവനെ വിശ്വസിക്കുന്നവൻ, അവസാനം ഇതൊന്നുമല്ല പാർട്ടി, ഈ സത്യസന്ധതയ്ക്കും നിലപാടുകൾക്കും ഒന്നും ശക്തിയില്ല എന്നുള്ള രീതിയിലേക്ക് ചതിയന്മാരുടെ ഇടയിൽ ഇതിനൊന്നും ഒരു മാർഗമില്ല. പണ്ട് എൻ്റെ ഒരു സാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ. അപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ ഈ മാതിരി ഈ ചതിയും വഞ്ചനയും അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ലോകത്തെ പറ്റി ചോദിച്ചു, രാഷ്ട്രീയക്കാരൻ തന്നെ എൻ്റെ ചോദിച്ചു, എല്ലാവരും ട്രാഫിക് സിഗ്നൽ തെറ്റിച്ച് റോഡിൽ കൂടെ വണ്ടി ഓടിക്കും, നീ ഒരുത്തൻ മാത്രം ഈ ട്രാഫിക് കറക്റ്റ് ചെയ്ത് വണ്ടി ഓടിച്ച് ആരപകടപ്പെടും, നീ അപകടപ്പെടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുധാകരന് പറ്റിയത്. സുധാകരൻ KPC പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോഴേ ഇടത്തും വലത്തും നിന്നവന്മാരാ ജയന്തും ലിജുവും, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അദ്ദേഹത്തിന് KPC അന്ന് ഈ ലിജുവിനെ ഏറ്റവും വലിയ പോസ്റ്റാണ്, വർക്കിംഗ് എന്ന് വെച്ചാൽ സംഘടനാ സെക്രട്ടറി ഏറ്റവും വലിയ ആക്കി, ഈ ജയന്തിനെ ആക്കി. അവരെ ഇതിനകത്ത് നിന്നുകൊണ്ട് ഇദ്ദേഹം മാറിക്കഴിഞ്ഞപ്പം അവരെ ഒരുത്തനെ, ലിജുവിനെ ആരും ഉണ്ട്, KC വേണുപോലും ഉണ്ട്, ജയന്തിനെ ആരും ഉണ്ട്, VD സതീശൻ ഉണ്ട്. അവർക്ക് രണ്ടും കൊടുത്തത് എന്തുവാണ്? ഈ ഇദ്ദേഹത്തെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ അജണ്ടകൾ ഇതിനകത്ത് പാസ്സാക്കിച്ചതിന് അവർക്ക് 2 സീറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇവരെ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു, അല്ലെ ചെറുപ്പക്കാർ കൂടെ നിൽക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് അവർക്ക് ജീവൻ കൊടുത്തു നിന്ന ഒരു നേതാവിൻ്റെ കാര്യം പറഞ്ഞു. സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ നിലപാടുകളുള്ള അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുള്ള സ്വന്തം പ്രയത്നത്തെ അയാൾ വിശ്വസിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. അയാൾ ഈ പറയുന്ന ആരെയും താങ്ങിയല്ല വന്നത്, നിലപാടുകൾ കൊണ്ടും കരുത്തുകൊണ്ടും അല്ലെങ്കിൽ പ്രയത്നം കൊണ്ടും വന്ന ആളാണ്. പിന്നെ കൂടെ നിൽക്കുന്നവരെ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നുമല്ല കോൺഗ്രസ്, ചതിയുടെയും വഞ്ചനയുടെയും മറ്റ് പലതിൻ്റെയുമാണ്. അതുകൊണ്ടാണ് ഇപ്പം നിലപാട്
എടുക്കുന്ന സമയം വന്നപ്പോൾ, സുധാകരൻ ആവശ്യം വന്നപ്പോൾ, അവസരം വന്നപ്പോൾ, ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ ബാക്കി പലരും പിന്തുണയ്ക്കാതിരുന്നപ്പോൾ ഈ പറഞ്ഞ ശശി തരൂർ പറഞ്ഞത് സീറ്റ് കൊടുക്കണം. അതിനകത്ത് എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ ശശി പറഞ്ഞതിനകത്ത് ശരിയില്ല സാറേ. ഇതിനകത്ത് നമ്മൾ പറയുമ്പം ഈ സുധാകരനോളം സീനിയോറിറ്റി ആർക്കുണ്ട്? അയാൾക്ക് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല. ഇതിനോടുകൂടി അദ്ദേഹം ഈ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റിയില്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട 80 വയസ്സോളം ആകുന്നുണ്ട്. മാത്രവുമല്ല, ഈ പറയുന്ന ഒരു സമുദായത്തിനകത്തു നിന്ന് ഉള്ള ഒരാൾ, ഈഴവ സമുദായത്തിനകത്ത് വയലാറിവി ഇല്ല, ആർ ശങ്കറിന് ശേഷം ആരുമില്ല. ഈഴവർ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കകത്ത് പ്രാതിനിധ്യം കൊടുക്കുമ്പം ഈഴവ നേതാക്കന്മാർ ആരുമില്ല. ആ പരിഗണനെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തൂടെ? ഇനിയിപ്പോൾ പ്രകാശ് മത്സരിക്കാനില്ല, ഈ പറയുന്ന സുധാകരനില്ല, ബാബു ഇല്ല, ഈ ലിജു ഒക്കെ എവിടെ മത്സരിച്ച് വരാൻ? പേരിന് ലിജു SNDP ആന്ന് പറയാം. അപ്പം ഒരു സമുദായത്തെ പൂർണ്ണമായിട്ട്, അപ്പം ആ സമുദായത്തിന് ഒരു പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഈ പറയുന്ന ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാം. അപ്പം അതിനൊന്നും തയ്യാറല്ല. ഇത് വേറെ ചിലരുടെ താല്പര്യങ്ങളാണ്. സുധാകരൻ വന്നാൽ എനിക്കാവാൻ പറ്റത്തില്ലെന്ന് KC വിചാരിക്കുന്നുണ്ടോ, VD സതീശൻ വിചാരിക്കുന്നുണ്ടോ, രമേശ് ചെന്നിത്തല വിചാരിക്കുന്നുണ്ടോ എന്ന് നമ്മൾക്ക് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. താല്പര്യങ്ങളില്ലെങ്കിൽ സുധാകരനെ, അതിനകത്ത് വേറെയില്ലാത്ത ചതിയുമുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടു എനിക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണം. അന്ന് അതിനു മുമ്പ് അയാൾ KPCC പ്രസിഡന്റ് ആക്കി നിൽക്കുന്ന സമയത്ത് അയാൾ മത്സരിക്കാൻ താല്പര്യപ്പെടാത്തപ്പോൾ അദ്ദേഹത്തെ MP ആയിട്ട് മത്സരിച്ചു. നിങ്ങൾ മത്സരിച്ചാലേ ഇവിടെ കിട്ടത്തുള്ളൂ, നിങ്ങൾ മത്സരിച്ചാലേ MP ഉണ്ടാകത്തുള്ളൂ, നിങ്ങളുടെ ഒരു MPയുടെ കുറവ് കൊണ്ട് കേന്ദ്രത്തിൽ ഇവിടെ അധികാരത്തിൽ വരാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞ അദ്ദേഹത്തെ മത്സരിച്ചു. അന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് കേരള രാഷ്ട്രീയം മതി. അല്ല, കേരള രാഷ്ട്രീയം വരുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് തരാം, അതിനകത്ത് ഉറപ്പ് കൊടുത്താണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത്. അതിനുശേഷം KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഇവരെല്ലാം കൂടി ഇടപെട്ട് അദ്ദേഹത്തെ മാറ്റുന്ന സമയത്തും അദ്ദേഹത്തെ സ്വാന്തനിപ്പിച്ചത്, അന്നത്തെ പൊട്ടിത്തെറിക്കാത്ത സ്വാതന്ത്ര്യം ഇതായിരുന്നു: നിങ്ങളെ അടുത്ത പ്രാവശ്യം മത്സരിപ്പിക്കാം. നിങ്ങളെ മത്സരിപ്പിക്കുക മാത്രമല്ല, പ്രധാനപ്പെട്ടതായിട്ടുള്ള മത്സരിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒന്നെങ്കിൽ മുഖ്യമന്ത്രി അല്ലേ പ്രധാനപ്പെട്ട വകുപ്പിലൊരു മന്ത്രി. അപ്പം അതിനെല്ലാം തടയിടുന്ന രീതിയിൽ, അല്ലെങ്കിൽ സുധാകരനെ നേരത്തെ തീരുമാനിച്ചിരുന്നോ വാങ്ങി വെക്കാൻ, മനസ്സിലായില്ലോ, അല്ലെങ്കിൽ ചതിക്കാൻ, അല്ലെ മാറ്റാൻ, ഒഴിവാക്കാൻ എന്നൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് വിചാരിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അല്ലേ, കോൺഗ്രസ്സിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ MP-മാരുടെ ഇടയ്ക്ക് കടുത്ത അതിർത്തിയുണ്ട്. അപ്പോൾ എല്ലാ MP-മാരെയും വെട്ടാൻ അവിടെ ഒരു വാളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വാളാണ് മാനദണ്ഡം എന്ന് പറയുന്നത്. MP-മാരാരും മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനം. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൽ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊന്നുമില്ല. കോൺഗ്രസ്സിന് അങ്ങനെ മാനദണ്ഡങ്ങൾക്കകത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനവുമില്ല. ഈ സുധാകരനൊക്കെ തന്നെയാണ് ഇത് സെമി കേഡർ പാർട്ടിയാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നത്. ഇതിൽ സാധാരണ നടക്കുന്ന പരിപാടികളാണ്, കലാപരിപാടികളാണ്, അല്ലെങ്കിൽ ലളിതകലയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ 13-ാം മണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ അതിൽ പ്രാധാന്യമില്ല. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ നിന്ന് സുധാകരനെ ഡൽഹിയിലേക്ക് കെട്ടുകെട്ടിച്ച് വിട്ടത് കേരളത്തിൽ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിക്ക് മുമ്പ് അറിയാം, KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ പൊരുത്തപ്പെട്ടു പോയിരുന്നില്ല. പല ഘട്ടങ്ങളിലും അവർ തമ്മിൽ മത്സരങ്ങളുണ്ടായിരുന്നു, ശണ്ടകളുണ്ടായിരുന്നു, തെറിവിളികളുണ്ടായിരുന്നു, മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റുന്ന പ്രക്രിയകളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പല ഘട്ടങ്ങളിലും ഈ സുധാകരനെ കൊച്ചാക്കാൻ VD സതീശൻ പരിശ്രമിക്കുന്നു എന്ന് പറയുന്ന ആരോപണവും ഉയർന്നു വന്നിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറഞ്ഞാൽ സ്ഥിരമായി സുധാകരനെ ഇങ്ങനെ നീക്കുക, തുടച്ചു നീക്കുക, ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പ്രക്രിയ അതിനകത്ത് നടക്കുന്നുണ്ട്. ഇത് സുധാകരനും മനസ്സിലാവും. സുധാകരനും ചോറ് തിന്നാണ് ജീവിക്കുന്നത്, അല്ലേ? അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം സുധാകരന് മനസ്സിലായി. തന്നെ ആത്യന്തികമായിട്ട് വെട്ടി പുറത്താക്കലാണ് ഇവരുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അതിനെതിരെ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ യുദ്ധപ്രഖ്യാപനത്തിലാണ് ശശി തരൂർ നിരന്തരമായിട്ട് കോൺഗ്രസിൽ നിന്ന് അവഗണന മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ശശി തരൂരിന് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്നെ മാത്രമല്ല, ഇവരെല്ലാവരും അവഗണിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ കർശനമായിട്ട് പറഞ്ഞ് സുധാകരനെ മത്സരിപ്പിക്കണം എന്ന്. അങ്ങനെ കർശനമായിട്ടൊരു നിർദ്ദേശം ഈ ശശി തരൂർ ഈ അവസരത്തിൽ വെക്കുമ്പോൾ അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കും. ഒരു MP മത്സരിപ്പിച്ചാൽ എല്ലാവരും മത്സരിക്കാൻ അങ്ങനെയില്ല.
ഒന്നോ രണ്ടോ എം പിമാർ മത്സരിക്കും. അതുകൊണ്ട് എല്ലാവരും മത്സരിക്കാൻ നടക്കാൻ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ നിയന്ത്രിക്കാനും യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയും. അവർ രണ്ടുപേരും മത്സരിക്കട്ടെ. കാരണം ഇതിനകത്ത് ഉയർന്നു വരാൻ പോകുന്ന വലിയ വിഷയം കോൺഗ്രസിനെ മൊത്തം ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം എന്തോരമുണ്ട് ഈ ഈഴവ സാന്നിധ്യം നിങ്ങളുടെ പാർട്ടിയിൽ എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചത് ആരാണ്? ശിവഗിരി മഠമാണ് ചോദിക്കുക. നേരത്തെ ഈ വെള്ളാപ്പള്ളി നടേശൻ അതൊക്കെ പലതൊക്കെ പറയുമ്പോഴൊന്നും ആരും കേൾക്കില്ല. പക്ഷേ ശിവഗിരി മഠം ആദ്യമായിട്ട് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടപെടുകയാണ് ചെയ്തത്. കാരണം നിങ്ങൾ എല്ലാ ഇടങ്ങളിലും ഈഴവ സമുദായാംഗങ്ങളെ തോൽക്കാൻ പറ്റുന്ന ഇടത്ത് നിർത്തി തോൽപ്പിക്കുന്ന ആളുകളാണ്. അവരെ ജയിപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ തവണ പറയുന്നു, സുധാകരനെയും അതേപോലെ തന്നെ പ്രകാശിനെയും മത്സരിപ്പിക്കണം. അങ്ങനെ മത്സരിപ്പിക്കുക. ഇവർ രണ്ടുപേരും ജയിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ 2 സീറ്റും കോൺഗ്രസിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സീറ്റുമല്ല, ഇരിക്കുന്ന സീറ്റല്ല. അതാണ്. അപ്പോൾ ആ 2 സീറ്റിൽ ഇവർ കയറി മത്സരിക്കുക, അവർ 2 സ്ഥലത്തും ജയിക്കും. പക്ഷെ പ്രശ്നം ഇവിടെ ബാക്കിയുള്ളവരുടെ പ്രശ്നം എന്താണ്? ഇവർ രണ്ടുപേരും ജയിച്ചു വന്നാൽ ഇവരെ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് ഒതുക്കാൻ പറ്റൂല. ഒന്ന് സീനിയോറിറ്റി, കരുത്ത്, തൻപൊരിമ, അതൊക്കെ കെ സുധാകരന് വളരെ കൂടുതലാണ്. കെ സുധാകരനെ മന്ത്രിയാക്കേണ്ടത്. അല്ലെങ്കിൽ കെ സുധാകരൻ പറയാം എന്നെ മുഖ്യമന്ത്രിയാക്കിയാൽ എന്താ കുഴപ്പം? അതുവരെ വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും അയാളെ മന്ത്രിയാക്കേണ്ടി വരും. ആ മന്ത്രിയെ മറ്റുള്ളവർക്ക് കയറി നിയന്ത്രിക്കാനും പറ്റുകയില്ല. ഇത്തരത്തിലുള്ള വലിയ ഒരു ദീർഘവീക്ഷണമുള്ള ആസൂത്രണത്തിൻ്റെ ഫലമായിട്ട് വെട്ടിമാറ്റപ്പെട്ട ഒരാളാണ് കെ സുധാകരൻ എന്നുള്ളത്. ആ വിഷയം ആണ് ഇപ്പോൾ ഈ 13-ാം മണിക്കൂറിൽ കോൺഗ്രസിനെ തീപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ഒരുപക്ഷെ വൈകുന്നേരമാകുമ്പോൾ നാളെയോ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ. ഈ കോൺഗ്രസിലെ തമ്മിലടി അവസാനിപ്പിക്കാൻ ഏക മാർഗം എന്ന നിലയിൽ ഒരുപക്ഷെ സുധാകരന് സീറ്റ് കൊടുക്കുക എന്നൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമായേക്കും. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ മത്സരിക്കും. അപ്പം 3 MP മത്സരിച്ചോട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി സുധാകരനെ കയ്യിലെടുക്കുക മാത്രമേ കോൺഗ്രസ് മുമ്പിലുള്ള ഉപാധികളായിട്ടുള്ളൂ. കോൺഗ്രസ് വീണ്ടും സുധാകരനെ പിണക്കിയാൽ ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചിരുന്ന ഒരു മുൻതൂക്കം അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ പിന്നീട് ദേശീയ നേതൃത്വത്തിന് നേരെ കുറ്റപ്പെടുത്തുന്നത് അന്ന് സുധാകരൻ ഉയർത്തിയ കലാപക്കൊടി അണയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു തന്ത്രപരമായ നിലപാട് ഒരുപക്ഷെ വൈകുന്നേരത്തിലുള്ള എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഈ പെരുന്നാൾ വരുന്നുണ്ട്, പിന്നീട് ഒരു ശനിയാണ്, പിന്നെ ഒരു സൺഡേ ആണ്. അപ്പോൾ ഈ നോമിനേഷൻ കൊടുക്കാൻ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കൂ. 2-3 ദിവസങ്ങൾ കൊണ്ട് തീരുമാനം എടുക്കണം. കാരണം ഒരാഴ്ചയ്ക്ക് അപ്പുറമൊന്നും പോകാൻ ഇനി സമയമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടൂർ പ്രകാശ്, കെ സുധാകരൻ, അതുപോലെ തന്നെ KC വേണുഗോപാൽ 3 MP ഇത്തവണ മത്സരിക്കാൻ പോകുന്നു എന്ന് AICCയുടെ ഒരു നിലപാട് പുറത്തേക്ക് വന്നാൽ തൽക്കാലമെങ്കിലും ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനകത്ത് ഈഴവനില്ലാത്ത കോൺഗ്രസിലേക്ക് കാര്യങ്ങൾ വരിക. ഇവർ മത്സരിച്ചില്ലെങ്കിൽ അത് വ്യക്തമായിട്ട് വെളിയിൽ വരുന്ന രീതിയിലേക്ക് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.